ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ മൈക്രോ എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് പ്രൈസ് എഫക്റ്റിനെ കുറിച്ചായിരുന്നു. അപ്പം പ്രൈസ് എഫക്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈസ് എഫക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, ഓക്കെ, ദെൻ ഇൻകം എഫക്റ്റ്. സോ ദി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആൻഡ് ഇൻകം എഫക്റ്റ് ആർ പാർട്ട് ഓഫ് ദി പ്രൈസ് എഫക്റ്റ്. എന്താണ് പ്രൈസ് എഫക്റ്റ്? പ്രൈസ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിമാൻഡിന് എന്ത് മാറ്റം വരുന്നു, അതാണ് പ്രൈസ് എഫക്റ്റ് നമ്മളോട് പറയാം. അപ്പോൾ പ്രൈസ് എഫക്റ്റിനെ ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് പ്രൈസ് എഫക്റ്റിന്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് കൂടുതലായിട്ട് കണ്ടതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ നോക്കുക. യു ക്യാൻ ഗെറ്റ് എ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. ഓക്കെ, സോ in this class we are concentrating on what? Substitution effect. What is substitution effect? For the time being, or as a beginning, we are just saying that substitution effect is a part of the price effect. Okay, now the same part we have given in the previous class, we are repeating here. Okay, price effect is equal to substitution effect plus income effect. Okay, then what is substitution effect? നമ്മുടെ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചോദിക്കും എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് measures, okay, it measures the change in the demand of a commodity due to the change in its price. Okay, അപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ വില മാറുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നമ്മളോട് പറയാം. സോ വാട്ട് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് മെഷേഴ്സ് ദ ചേഞ്ച് in the demand of a commodity due to change in its price. Okay, change in its price, അതിൻ്റെ തന്നെ വില മാറുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കാണിച്ചിരുന്നത്. ഓക്കെ, ദെൻ ദി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് മെഷേഴ്സ് ദി ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ദി പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഓൺ ഇറ്റ്സ് ഡിമാൻഡ്. ഓക്കെ, ഓൺ ഇറ്റ്സ് ഡിമാൻഡ്. ഒരു കമ്മോഡിറ്റിയുടെ വില പറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടുന്നു, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, നമുക്കറിയാവുന്ന കാര്യം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിലൂടെയാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ പഠിക്കുക. ഓക്കെ, നോ ആൻഡ് ഒരു കണ്ടീഷനുണ്ട് ഇതിന്, ഈ ഒരു കാര്യത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിന് ഇൻകം ഓഫ് ദി കൺസ്യൂമർ റിമെയിൻസ് സെയിം. കൺസ്യൂമറുടെ ഇൻകം അതുപോലെ തന്നെ ആയിരിക്കണം. കാരണം കൺസ്യൂമറുടെ ഇൻകം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം വരും? ഈ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനും വ്യത്യാസം വരും. അപ്പോൾ കൺസ്യൂമറുടെ ഇൻകം നമുക്ക് സ്റ്റേബിളായിട്ട് നിലനിർത്തിയാലേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു കീപ് ദി കൺസ്യൂമേഴ്സ് ഇൻകം സെയിം ടു അണ്ടർസ്റ്റാൻഡ് ഓർ accurately measure the substitution effect. Okay, now substitution effect will be always negative. This is very important. Whatever may be the nature of the commodity, maybe the normal good, given good or inferior goods, the substitution effect is always negative. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞതിന് അർത്ഥം ഒരു കമ്മോഡിറ്റിയുടെ വില കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയുന്നു, ഒന്ന് കൂടുന്നു മറ്റൊന്ന് കുറയുന്നു. നെഗറ്റീവാണ്, ഒരേപോലെ അല്ല പോകുന്നു, ഒന്ന് മാറുന്നതിന് ഓപ്പോസിറ്റായിട്ട് മറ്റൊന്ന് മാറുന്നു. അതുകൊണ്ടാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് വെൻ ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫാൾസ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ്. മാച്ച് ചെയ്യേണ്ടത് ഫാൾസും ഇൻക്രീസസും. പ്രൈസ് ഫോളോ ചെയ്യുമ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഒന്ന് കുറയുന്നു മറ്റൊന്ന് എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ നെഗറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു. ഒന്ന് കൂടുന്നു മറ്റൊന്ന് പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ബോക്സിൽ കൊടുത്തേക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് നെഗറ്റീവ് വെൻ ദി പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഫാൾസ് ഇറ്റ്സ് ഡിമാൻഡ് ഇൻക്രീസസ്. റിമെമ്പർ, ഫാൾസ് ഇൻക്രീസസ്. രണ്ടും ഫാൾസ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരുന്നു, രണ്ട് ഇൻക്രീസ് ആയിരുന്നെങ്കിൽ എന്നാലും പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ ഒന്ന് ഫോളോ ചെയ്യുന്നു, ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു, ഒന്ന് ഫോളോ ചെയ്യുന്നു. ഓക്കെ, സോ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗറ്റീവ് എന്ന് പറയും. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, അതെപ്പോഴും ഓർത്തിരുന്നോണം. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത്, ഒരു കമ്മോഡിറ്റിയുടെ വില ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിമാൻഡിന് എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നമ്മളോട് പറയാം. സോ ദിസ് ഈസ് ട്രൂ ഫോർ നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്. വാട്ട് ഈസ് ട്രൂ ഫോർ ബോത്ത് നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. പിന്നെ അത് നോർമൽ ഗുഡ്സിനും ഇൻഫീരിയർ ഗുഡ്സിനും ഒരുപോലെ ആയിരിക്കും. ദെൻ ദർ ആർ ടു ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു മെഷർ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. നമ്മൾ പഠിക്കേണ്ടത് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ട് മെത്തേഡ് ഉണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലൊരു മെത്തേഡാണ് നമ്മൾ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഹിഗ്സിൻ്റെ മോസ്റ്റ് പോപ്പുലർ വൺ, ദ വൺ വിച്ച് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ദി എക്സാമിനേഷൻ. ഓക്കെ, ഹിഗ്സ് അലൻ അപ്രോച്ച്, ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഹിഗ്സും അലനും എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെ മെഷർ ചെയ്തത്? രണ്ടാമത്തെ അപ്രോച്ച് സ്ലാറ്റ്സ്കിയുടെയാണ്. ഓക്കെ, ദ ഓൾട്ടർനേറ്റീവ് വൺ. സോ ദീസ് ടു അപ്രോച്ചസ് ഡിഫർ റിഗാർഡിംഗ് ദി എമൗണ്ട് ഓഫ് മണി ഇൻകം ചേഞ്ച് ടു ബി മേഡ് ടു ന്യൂട്രലൈസ് ദി എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇൻകം. ഇനി ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇവർ തമ്മിലുള്ള വ്യത്യാസം വരാനുള്ള കാരണം എന്താ? അതിൽ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ, അല്ലെങ്കിൽ വ്യത്യാസം എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഒരു കമ്മോഡിറ്റിയുടെ വില കുറഞ്ഞു, പ്രൈസ് എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തു, കൂടും. ഓക്കെ, ഡിമാൻഡ് കൂടും അണ്ടർസ്റ്റാൻഡബിളി. അപ്പോൾ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് വിളിക്കും. ഇനി ഈ പ്രൈസ് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ആയിരിക്കും എന്നറിയാമോ? പ്രൈസ് കുറഞ്ഞപ്പം
കുറച്ച് പൈസ മാത്രം ഈ കമ്മോഡിറ്റി ചിലവാക്കിയാൽ മതി. അപ്പോൾ ആളുടെ ഇൻകം അല്പം കൂടി. നമുക്ക് പറയാം ഇൻഡയറക്റ്റാണ് സംഭവം. ഇൻകം ഡയറക്റ്റായിട്ട് കൂടിയതല്ല. പ്രൈസ് കുറഞ്ഞപ്പം കുറച്ച് എമൗണ്ട് മാത്രം ചിലവാക്കിയാൽ മതി. അപ്പോൾ കുറേ ഇൻകം ഫ്രീ ആയിട്ട് തോന്നും. അപ്പോൾ ഇൻകം കൂടി നമുക്ക് അതിനെ പറയാം ഇൻകം എഫക്റ്റാണ്. അപ്പോൾ ആ ഇൻകം കൂടിയതിൻ്റെ പേരിൽ കമ്മോഡിറ്റി മേടിക്കാം. അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിനെ നമുക്ക് എന്താ പറയുക ഇൻകം എഫക്റ്റിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യണമെങ്കിൽ ഈ കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ ഇൻകം അല്പം ഇൻഡയറക്റ്റായിട്ട് കൂടിയ ആ ഇൻകം എഫക്റ്റ് നമ്മൾ കട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? അങ്ങനെ കട്ട് ചെയ്താലേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എത്രമാത്രം ആ കമ്മോഡിറ്റിയുടെ വില കുറഞ്ഞതുകൊണ്ട് മാത്രം അത് എത്രമാത്രം മേടിച്ചു, ഇൻകം കൂടിയതുകൊണ്ടല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മെഷറാണ് ഈ ഇൻകം റെഡ്യൂസ് ചെയ്യണമെന്നാണ് റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ലോജിക്ക്. അപ്പോൾ ആ ഇൻകം റെഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് 2 അപ്രോച്ച് ഉണ്ട്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ഹിഗ്സിൻ്റെ അപ്രോച്ച്, 2 സ്ലസ്കിയുടെ അപ്രോച്ച്. ഓക്കെ, ഇനി ഇത് 2 അപ്രോച്ചിലുള്ള വ്യത്യാസം എന്നറിയും എത്രമാത്രം ഇൻകം കുറയ്ക്കണം എന്നതിനെക്കുറിച്ച് ഇവർക്ക് 2 പേർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടാണ്. ആ ഇൻകം കുറയ്ക്കുന്ന എമൗണ്ടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഈ 2 അപ്രോച്ച് ഇവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അതിൽ നമ്മൾ ആദ്യമേ കാണുന്നത് ഹിഗ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റാണ്. ഓക്കെ, ജസ്റ്റ് ഹിഗ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാവേ. അതിലേക്ക് നമ്മൾ വരുമ്പോൾ ഹിഗ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഫോർ എ ഡിക്ലൈൻ ഇൻ ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. നമ്മളിവിടെ കാണുന്നത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പോൾ, അത് നമുക്ക് ഒരു എക്സാമ്പിളാണ്. നമുക്ക് പറയുകയാണെങ്കിൽ ശരിക്കും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയുടെ വില കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടുന്നു, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. 2 രീതിയിൽ നമുക്ക് അളക്കാം, 2 കേസിലും അളക്കാം. വില കൂടുന്നതുമ്പോൾ ഡിമാൻഡ് കുറയുമല്ലോ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റാണ്. അപ്പോൾ ഇനി അതുപോലെ തന്നെ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമല്ലോ. ഇതിലേതാണ് നമ്മളിപ്പം തൽക്കാലം എടുക്കാൻ പോകുന്നത്? വില കുറയുക ഒരു കമ്മോഡിറ്റിയുടെ. അങ്ങനെയാകുമ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഹിഗ്സ് നമ്മളോട് പറയുന്നുണ്ട്. ആ മെത്തേഡാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമുക്ക് എക്സാമിന് ഇത് ചോദിക്കാം. ഇൻ ദി കേസ് ഓഫ് Higgs സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, പ്രൈസ് ചേഞ്ച് ഈസ് അക്കോമ്പനിഡ് ബൈ സോ മച്ച് ചേഞ്ച് ഇൻ മണി ഇൻകം ദാറ്റ് കൺസ്യൂമർ ഈസ് നൈദർ ബെറ്റർ നോർ വേഴ്സ് ഓഫ് ദാൻ ബിഫോർ. എന്താണ് ഈ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ ഇതിനു മുമ്പ്, ഈ ഒരു കമ്മോഡിറ്റിയുടെ വില കുറയുമ്പോൾ, പ്രൈസ് കുറയുമ്പോൾ എന്തുണ്ടാകുന്നു? അയാളുടെ ഇൻകം അല്പം ഇൻഡയറക്റ്റായിട്ട് കൂടുന്നു. നമ്മളാണെങ്കിൽ അരി മാത്രമേ മേടിക്കുന്നുള്ളെങ്കിൽ അരിയുടെ വില കുറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇൻകം മാത്രമേ അരി ചിലവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് നമ്മുടെ ഈ നമ്മുടെ ഇൻകത്തിൻ്റെ കുറേ ഫാം വെറുതെ ഫ്രീ ആയിട്ടിരിക്കുക. നമ്മൾ അതിനെ ഇൻകം എഫക്റ്റ് എന്ന് പറയും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രൈസ് കുറഞ്ഞതുകൊണ്ട് അരിയുടെ വില അരിയുടെ വില കുറഞ്ഞതുകൊണ്ട് അരിയുടെ ഡിമാൻഡ് കൂടാൻ 2 കാരണമുണ്ട്. 1 അരിയുടെ വില കുറഞ്ഞു, 2 കൺസ്യൂമറുടെ ഇൻകം കൂടി. അല്ലേ? ഇതിലേതാണ് നമ്മൾ മെഷർ ചെയ്ത്? നമ്മൾ ശരിക്കും മെഷർ ചെയ്യേണ്ടത് അരിയുടെ വില കുറഞ്ഞതുകൊണ്ട് മാത്രം എത്രമാത്രം അതിൻ്റെ ഡിമാൻഡ് കൂടി എന്നുള്ളതാണ്. അങ്ങനെ മെഷർ ആണെങ്കിൽ ഈ ഇൻകം എഫക്റ്റ് നമ്മൾ കട്ട് ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻ ദി കേസ് ഓഫ് Higgs സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, പ്രൈസ് ചേഞ്ച് ഈസ് അക്കൗണ്ടഡ് ബൈ സോ മച്ച് ചേഞ്ച് ഇൻ ദി മണി ഇൻകം ദാറ്റ് ദി കൺസ്യൂമർ ഇസ് നൈദർ വേഴ്സ് ഓഫ് നോർ ബെറ്റർ ഓഫ് നോർ വേഴ്സ് ഓഫ് ദാൻ ബിഫോർ. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ വില കുറഞ്ഞതിൻ്റെ ഫലമായി അല്ലെങ്കിൽ വില കൂടിയതിൻ്റെ ഫലമായി കൺസ്യൂമർ പഴയ ഇൻകം അവസ്ഥയെ തന്നെ നിൽക്കുന്നത്. അങ്ങനെ നിർത്താൻ വേണ്ടി അയാളുടെ ഇൻകം മാറ്റും. മനസ്സിലായല്ലോ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സാധനത്തിൻ്റെ വില കുറയുമ്പോൾ ഇൻകം അല്പം കൂടും. ആ കൂടുന്ന ഇൻകത്തെ ഹിഗ്സിയൻ എഫക്റ്റിൽ കട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇൻകത്തെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് മാറ്റും. അപ്പോൾ ആ റിമൂവിൻ്റെ ഫലമായിട്ട് നേരത്തെ അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെടുകയോ മോശമാവുകയോ ചെയ്യല്ലേ കൺസ്യൂമർ ഇൻകം പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കും. എന്നിട്ട് സ്റ്റഡി ചെയ്യും എത്രമാത്രം കൂടുതൽ കമ്മോഡിറ്റി മേടിച്ചു അതിൻ്റെ വില കുറഞ്ഞതിൻ്റെ ഫലമായിട്ട്. അതാണ് ഹിഗ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അപ്പോൾ ഈ സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ട എന്താണ്? കൺസ്യൂമർ ഈസ് നൈദർ ബെറ്റർ ഓഫ് നോർ വേഴ്സ് ഓഫ് ദാൻ ബിഫോർ. അപ്പോൾ അതാണ് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഹിഗ്സിൻ്റെയും അല്ലെങ്കിൽ സ്ലസ്കിയുടെയും പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, നൗ in other words, the money income of the consumer is changed by an amount which keeps the consumer on the same indifference curve. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേക സെയിം ഇൻഡിഫറൻസ് കാർവിലാണ് ഈ കൺസ്യൂമർ നിൽക്കേണ്ടത്. നമ്മളിപ്പം ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് നമ്മൾ അത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ടത്. എന്നാൽ പോലും ഓർത്തിരിക്കണം, ഹിഗ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ സെയിം ഇൻഡിഫറൻസ് കാർവിലാണ് എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് വർക്കൗട്ട് ചെയ്യപ്പെടുക. സ്ലസ്കിയുടെ വ്യത്യാസം വേറെ ഇൻഡിഫറൻസ് കാർവില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ യുണീക് ഫീച്ചർ ഓഫ് ഹിഗ്സിൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ദ ഹിഗ്സിൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ടേക്ക് പ്ലേസ് ഇൻ ദി സെയിം ഇൻഡിഫറൻസ് കാർവ്. ഓക്കെ, ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദി സെയിം ഇൻഡിഫറൻസ്. ഞാൻ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സോ ഇറ്റ് ഹാപ്പൻസ് ഇൻ ദി സെയിം ഇൻഡിഫറൻസ് കാർവ്. പോയിന്റ് പി നിന്ന് പോയിന്റ് ക്യൂവിലേക്ക് മാറുക. ഇവിടെ പോയിന്റ് ക്യൂ, ഇവിടെ പോയിന്റ് പി. ഓക്കെ, വില കുറഞ്ഞതിൻ്റെ വില ഇതാണ് എക്സിൻ്റെ വില കുറഞ്ഞു. ഓക്കെ, സോ എക്സ് കൂടുതൽ മേടിച്ചു. അപ്പോൾ നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. ഇപ്പം കാര്യങ്ങൾ ഇവിടെ കിട്ടിയല്ലോ. അതായത് ഒരു കൺസ്യൂമർ മേടിക്കുന്ന സാധനത്തിൻ്റെ വില കുറഞ്ഞു, അത് കൂടുതലായിട്ട് മേടിച്ചു. ഓക്കെ, അപ്പം ഇൻഡിഫറൻസ് കർവ് സെയിം ആണെന്ന് വിചാരിക്കുക. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. ഇനി
എന്താണ് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻകം? കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഒരു പരിഹാരം ചെയ്തു കൊടുക്കുക, മാച്ചിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇടപെടൽ അവിടെ നടത്തുക. അതിനെയാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് എന്ന് പറയുന്നത്. വേരിയേഷൻ എന്ന് ചേഞ്ച് ചെയ്യുക, ഇൻകത്തെ ചേഞ്ച് ചെയ്യുക. മനസ്സിലായല്ലോ? എന്താ നമുക്ക് കാണാവേ, ദി എമൗണ്ട് ഓഫ് മണി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ദാറ്റ് ഈസ് ചേഞ്ച്ഡ് സോ ദാറ്റ് ദി കൺസ്യൂമർ ഇസ് നൈദർ ബെറ്റർ ഓഫ് വേർഡ്സ് ഓഫ് ഈസ് കോൾഡ് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ ഇൻകം. നമുക്ക് എക്സാമിന് ചോദിക്കാം 2 മാർക്കിന്, എന്താണ് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻകം? നമ്മൾ പറഞ്ഞല്ലോ, പ്രൈസ് കുറഞ്ഞു. നമ്മൾ ആ എക്സാമ്പിൾ തന്നെ എടുക്കുക, പ്രൈസ് കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആളുടെ ഇൻകം ഇച്ചിരി കൂടി. ഡിമാൻഡ് കൂടി എന്നുള്ള പിന്നീട് നടക്കുന്ന കാര്യം. അതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒത്തിരി മേടിക്കുന്ന ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻകം ചിലവാക്കപ്പെടുന്നുള്ളൂ, കുറേ ഇൻകം ഫ്രീ ആയിട്ട് ഇൻകം കൂടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, പ്രൈസ് കുറഞ്ഞതിൻ്റെ ഫലമായിട്ട് ആ കമ്മോഡിറ്റി എത്ര മേടിച്ചു, അതുകൊണ്ട് മാത്രം എത്ര മേടിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഈ കൺസ്യൂമർ ഇൻകം കൂടിയില്ല എന്ന് വിചാരിക്കണം. പ്രൈസ് കുറഞ്ഞു, ഇൻകം കൂടിയിട്ടില്ല. ഇൻകം കൂടിക്കഴിഞ്ഞാൽ ആ കാരണം കൊണ്ട് അയാൾ കൂടുതൽ മേടിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അയാളുടെ എന്ത് ചെയ്യണം, ഈ ഇൻകത്തെ എടുത്ത് റിമൂവ് ചെയ്യണം, കുറച്ച് ഇൻകത്തെ. അതിനെ പറയുന്നതാണ് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ. കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ അല്ലേ? കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ചേഞ്ച് ഇൻ വാട്ട്? ഇൻകം. കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻകം. അപ്പോൾ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകത്തെ ചേഞ്ച് ചെയ്യുക. പ്രൈസ് കുറയുമ്പോൾ ഇൻകം കൂടും, അപ്പോൾ ഇൻകം കുറേ കട്ട് ചെയ്ത് മാറ്റും. പ്രൈസ് കൂടുമ്പോഴോ ഇൻകം കുറയും, അപ്പം കുറേ ഇൻകം ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് ആ സൈഡിലേക്ക് നമ്മൾ പോകണ്ട. ഇപ്പം നമ്മൾ പ്രൈസ് പറയുന്ന കേസ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. നമ്മൾ കൺഫ്യൂസ്ഡ് ആകാതിരിക്കാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ സെൻറ്റൻസ് പറയാം. എന്താണെന്നറിയാം കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻകം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻകം? ദി എമൗണ്ട് ഓഫ് മണി ഇൻകം ഓഫ് ദി കൺസ്യൂമർ that is to be changed so that the consumer is neither worse off or better off. മെച്ചപ്പെട്ടുമില്ല, മോശമായില്ല, പഴയ ഇൻകം അവസ്ഥ തന്നെ നിൽക്കുക. ഏത്? ഈ കമ്മോഡിറ്റിയുടെ വില മാറിയതിൻ്റെ ഫലമായിട്ട്, കുറഞ്ഞതിൻ്റെ ഫലമായിട്ട്. അപ്പോൾ എത്രമാത്രം ഇൻകം കുറയ്ക്കണോ പ്രൈസ് കുറയുമ്പോൾ, അതിനെ നമ്മൾ പറയുന്നത് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ ഇൻകം. ഇവിടെ പ്രൈസ് കുറയ്ക്കുക, നേരെ തിരിച്ച് മറ്റൊരു കേസിൽ ഇവിടെ ഇൻകം കുറയ്ക്കുക, വേറൊരു കേസിൽ എവിടെ പ്രൈസ് കൂടുന്ന കേസിൽ ഇൻകം കൊടുക്കണം. ഓക്കെ, നൗ ഇൻ അതർ വേർഡ്സ് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻകം ഈസ് എ ചേഞ്ച് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ വിച്ച് ഇസ് ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു കോമ്പൻസേറ്റ് ദി കൺസ്യൂമർ ഫോർ ചേഞ്ച് ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ്. ഓക്കെ, സോ ഇൻകം മാറുന്നില്ല, പഴയ അവസ്ഥ അതുപോലെ തന്നെ നിൽക്കുകയാണ്. നമ്മളതിനെ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻകം എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് ഒരു ഡയഗ്രം കേട്ടോ. ഈ ഡയഗ്രം നമുക്ക് കാണുന്ന സംബന്ധിച്ച് എക്സാമിന് ഭയങ്കര പ്രധാനപ്പെട്ട. ഞാനൊന്ന് വായിക്കാം. ഹിക്സിയൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഫോർ എ ഡിക്ലൈൻ ഇൻ പ്രൈസ്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും ഇൻക്രീസ് ഇൻ പ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ നമുക്ക് പറയേണ്ടി വരും, മാച്ചിങ് ആയിട്ട് നമ്മൾ കാണും. പക്ഷേ ഇവിടെ നമ്മൾ ഡിക്ലൈൻ ഇൻ പ്രൈസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് നമ്മൾ നേരത്തെ കുറേ കാര്യങ്ങൾ പഠിച്ച കാര്യം ഇവിടെ നിങ്ങൾ നോക്കണം. ഓക്കെ, എന്താണ് ഓർക്കേണ്ടത്? എന്താണ് ഓർക്കേണ്ടത്? ഇതാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചു അല്ലേ? ഇതുകൊണ്ട് ഒരു ബഡ്ജറ്റ് ലൈൻ ഇവിടെ കിടക്കും. നമ്മുടെ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ PL ആണ്. PL നമ്മുടെ ഒറിജിനൽ ബഡ്ജറ്റ് ലൈനാണ്. ഈ ബഡ്ജറ്റ് ലൈന് ഇതിന് ഫലമായിട്ട് ഈ ബഡ്ജറ്റ് ലൈൻ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒറിജിനൽ ഇക്വലിബ്രിയം Q ആണ്. അവിടെ Q കൺസ്യൂം ചെയ്യുക. Q ആണ് കൺസംഷൻ പോയിൻ്റ്. ON എമൗണ്ട് ഓഫ് ഗുഡ് Y കൺസ്യൂം ചെയ്യുന്നുണ്ട്. OM എമൗണ്ട് ഓഫ് ഗുഡ് X കൺസ്യൂം ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ ഈസ് അറ്റ് ഇക്വലിബ്രിയം പോയിന്റ് Q. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് I see. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഒറിജിനൽ പൊസിഷൻ. ഇനി എന്തെന്നറിയോ? എക്സിൻ്റെ വില പറഞ്ഞു. എക്സിൻ്റെ വില പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ടിട്ടുള്ള ഇതാണ് ബഡ്ജറ്റ് ലൈനെങ്കിൽ, ഇവിടെയാണ് കമ്മ്യൂണിറ്റി X, ഇവിടെയാണ് കമ്മ്യൂണിറ്റി Y എങ്കിൽ എക്സിൻ്റെ വില പറയുമ്പോൾ ബഡ്ജറ്റ് ലൈൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. P ഇവിടെ ഇടുക, L ആയിരിക്കും, L1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പഠിച്ച പ്രൈസ് ലൈനെക്കുറിച്ച് അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനെക്കുറിച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എക്സിൻ്റെ വില കുറയുന്നു എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഇവിടെ സെയിം പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, നൗ എക്സിൻ്റെ വില കുറയും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ വില കുറഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലാവില്ല? എക്സിൻ്റെ വില കുറഞ്ഞു. ഇനി എക്സിൻ്റെ വില കുറഞ്ഞത് ഫലമായിട്ട് ഇൻകം കൂടി അയാളുടെ, ശരിക്കല്ലേ? കുറേ ഇൻകം അയാൾക്ക് മിച്ചം വന്നു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അയാളുടെ ഇൻകം കുറയ്ക്കണം. ഇൻകം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബഡ്ജറ്റ് ലൈനെ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും? പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതാണല്ലോ പാരലൽ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒന്നുകൂടെ വരയ്ക്കാം. ഇതാണ് വില കുറഞ്ഞ ബഡ്ജറ്റ് ലൈൻ. മനസ്സിലായല്ലോ? അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇൻകം കുറയുന്നു, വില കുറയല്ല. നമ്മൾ കണ്ടിട്ടുള്ള ഇൻകം കൺസംഷൻ കാർവ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുള്ള ഇതാണ് ഇൻകം കൺസംഷൻ കാർവ്. ഇതാണ് ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ പാരലായിട്ട് പോവുക, ഇൻകം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇൻകം കുറയ്ക്കാൻ എന്ത് ചെയ്യണം? താഴോട്ട് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യണം. പ്രൈസിൻ്റെ വ്യത്യാസത്തിൽ തന്നെയാണ്. ഇവിടെ ആക്സ് നിലനിർത്തി ഇത് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇൻകം കൂടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പറയാം? ഇത് ഇൻകം ഇത്ര, ഇത് ഇൻകം കൂടി, ഇത് ഇൻകം കൂടി,
പാരലാണ്, എൻ്റെ വരെ പാരലായിട്ട് വരുന്നില്ല, ഇങ്ങനെ ഇൻകം കൂടി. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഇൻകം കുറയ്ക്കാൻ എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് ലൈൻ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ എത്രമാത്രം കമ്മോഡിറ്റി പ്രൈസ് കുറഞ്ഞുകൊണ്ട് മാത്രം മേടിച്ചു, ഇൻകം കൂടിയുകൊണ്ടല്ല. അതറിയാൻ വേണ്ടി നമ്മൾ കൺസ്യൂമറിൻ്റെ പ്രൈസ് കുറഞ്ഞപ്പം കൺസ്യൂമറിന് ഇച്ചിരി ഫ്രീ ആയിട്ട് കിട്ടിയ ഇൻകത്തെ നമ്മൾ കുറയ്ക്കണം. ഇത് ഇൻകം കൂടി, ഇങ്ങോട്ട് പ്രൈസ് കുറഞ്ഞു, അയാൾക്ക് കുറേ ഇൻകം കൂടി. അപ്പോൾ അതിനെന്ന് പറയുക, ആ ഇൻകത്തെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ബഡ്ജറ്റ് ലൈനെ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു ബഡ്ജറ്റ് ലൈൻ ഉണ്ടാക്കി. ഇതാണ് AB എന്ന് പറഞ്ഞ പുതിയൊരു ബഡ്ജറ്റ് ലൈൻ ഉണ്ടാക്കി. ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ AB ബഡ്ജറ്റ് ലൈൻ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇവിടെ കൺസ്യൂമർ പഴയ ഇൻകം ലൈനിൽ തന്നെ നിൽക്കുക. കൺസ്യൂമർ ഇസ് നൈദർ ബെറ്റർ ഓഫ് നോർ വേഴ്സ് ഓഫ് കമ്പയർഡ് ടു പോയിന്റ് Q. പുതിയ പോയിന്റ് കിട്ടി. ടിയിൽ പഴയ ഇൻകം ലൈൻ തന്നെയാണ്, ക്യൂവിലെ ആദ്യ ഇൻകം തന്നെയാണ് ടിയിലും. വ്യത്യാസം എന്താണ്? ഈ എക്സിൻ്റെ വില കുറഞ്ഞു, അതാണ് വ്യത്യാസം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പോയിന്റ് ടി നമുക്കൊന്ന് മെഷർ ചെയ്യാം. ഇൻകം കുറച്ച്, ഇങ്ങോട്ടൊന്നും മാറിയില്ല, ഇൻകം ഇവിടെ കുറച്ച്, അതിൻ്റെ ഫലമായിട്ട് പുതിയ പോയിന്റ് ടി വന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? അയാൾ വൈയുടെ എമൗണ്ട് കുറച്ചിട്ട് എക്സിൻ്റെ എമൗണ്ട് കൂട്ടി. നോക്കി, M1 കൊണ്ട് എക്സിൻ്റെ എമൗണ്ട് കൂടുതൽ അയാൾ മേടിച്ചു. N കൊണ്ട് വൈ കുറച്ച് മേടിച്ചു, അത് നമുക്ക് നോക്കണ്ട. മറിച്ച് ഇവിടെ നോക്കൂ, M1 കൊണ്ട് എന്ത് സംഭവിച്ചു? എക്സിൻ്റെ എമൗണ്ട് കൂടുതൽ മേടിച്ചു. മൊത്തം കൺസംഷൻ OMൽ നിന്ന് OM1ലേക്ക് കൂടി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ എക്സിൻ്റെ വില കൂടി, വില കുറഞ്ഞപ്പോൾ അത് കൂടുതൽ മേടിച്ചു. എത്രമാത്രം കൂടുതൽ മേടിച്ചു? M1 കൊണ്ട് കൂടുതൽ മേടിച്ചു. അപ്പോൾ ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അതാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. എത്രയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്? M1 ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. നമുക്ക് പറയാം ചേഞ്ച് ഇൻ എക്സ് എന്ന് പറഞ്ഞത് ക്വാണ്ടിറ്റി കൺസ്യൂമഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? M1 ആണ്. ടോട്ടൽ എത്രയാണ്? OM1. അപ്പോൾ ഈ M1 ആണ് ശരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നമുക്ക് കാണിച്ചിരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ M1 അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ക്യൂവിൽ നിന്ന് ടിയിലേക്ക് വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. M1 ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. മനസ്സിലായല്ലോ? ഇത് രണ്ടും ഒരുപോലെയാണ്. ക്യൂവിൽ നിന്ന് ടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ക്യൂവിൽ നിന്ന് ടിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിച്ചു? M1 കൊണ്ട് അയാൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ മേടിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഡയഗ്രമാറ്റിക്കലി എക്സിൻ്റെ കേസിൽ നമ്മൾ പറയാം. ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആൻഡ് ഹിഗ്സ് ടേക്ക് പ്ലേസ് ഇൻ ദി സെയിം ഇൻഡിഫറൻസ് കാർ. ഈ ഇൻഡിഫറൻസ് കാർ വേറെ ഇൻഡിഫറൻസ് കാർ ഇവിടെ നമ്മൾ വരച്ചോ? ഇല്ല. പോയിന്റ് ക്യൂവിൽ നിന്ന് ടിയിലേക്ക് മാറിയതേ ഉള്ളൂ. ശരിയല്ലേ? കൂടുതലായിട്ട് എക്സ് കൺസ്യൂം ചെയ്തു. സോ M1 ഷോസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. The change from Q to T shows the substitution effect. The substitution effect under the Higgs's method happens in the same indifference curve. ഓക്കെ, ഇനി നമുക്ക് ആ പടം കഴിഞ്ഞു, ചിത്രം കഴിഞ്ഞു, കണ്ടല്ലോ, പിടികിട്ടിയില്ല, കാര്യങ്ങളൊക്കെ പിടികിട്ടിയില്ല. ഇനി നമുക്ക് ഈ ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ഡയഗ്രാമാണ് എപ്പോഴും നമ്മൾ ഡയഗ്രം എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര വലിയ എക്സ്പ്ലനേഷൻ നടത്തണം. കാര്യങ്ങൾ പിടികിട്ടിയില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താണെന്ന് പിടികിട്ടി, ഇൻകം എത്രമാത്രം കുറയ്ക്കണമെന്ന് പിടികിട്ടി. ഇനി നമ്മളെ ഈ ഡയഗ്രത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എക്സാമിനെ പോയിന്റ് ഓഫ് വ്യൂവിൽ. അതിൽ ശ്രദ്ധിക്കുക, ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ PL ആണ്. നമ്മൾ കണ്ട സംഭവം തന്നെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ, PL ആണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞേക്കുക. ഓക്കെ, എന്താണ് പറയുന്നത്? ഒരു സെക്കൻഡ്. ഒറിജിനൽ ഇക്വിലിബ്രിയം Q ആണ്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഒറിജിനൽ ഇക്വിലിബ്രിയം Q ആണ്. അവിടെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ ആ പ്രൈസ് ഓഫ് എ കമോഡിറ്റി എക്സ് ഡിക്രീസ് ചെയ്യുക. എങ്ങോട്ടാണ് ഡിക്രീസ് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പുതിയൊരു എന്ത് വരും? ബഡ്ജറ്റ് ലൈൻ വരും. ഇതാണ് ബഡ്ജറ്റ് ലൈൻ പുതിയതായിട്ട് വരിക. ശരിയല്ലേ? PL1 എന്നുള്ള ബഡ്ജറ്റ് ലൈൻ വരിക. അപ്പോൾ നമ്മൾ പോയിന്റ് 2 കൊണ്ട് ലേക്ക് വന്നു. അപ്പോൾ ഇൻകം പ്രൈസ് കുറഞ്ഞെന്നുള്ളത് നമ്മൾ കാണിക്കുന്ന ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇതിൻ്റെ എക്സിൻ്റെ ആക്സിൽ, അങ്ങനെ എക്സിൻ്റെ വിലയാണല്ലോ പറഞ്ഞത്. ഇനി റിഡക്ഷൻ ഇൻ ദി ഇൻകം ഹാസ് ടു ബി മേഡ് ഇൻ ദി എസ്റ്റിമേറ്റ് കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഇൻകം കുറയ്ക്കണം. ഇൻകം കുറയ്ക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഈ ബഡ്ജറ്റ് ലൈനെ പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യുക താഴോട്ട്. കൊണ്ടോ AB ഇവിടെ കാണുമ്പോൾ ഇതുകൊണ്ട് താഴോട്ട് വരുന്നത്. ഈ സാധനത്തെ ഇങ്ങോട്ട് കൊണ്ടുവരിക, പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യണം. പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ ഓർക്കണം, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് അതിനെ കണ്ടീഷൻ ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് വരച്ചിട്ട് ഇവിടെ ഒരു പോയിന്റ് വരത്തക്ക രീതിയിൽ വേണം സംഭവമൊക്കെ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ വരയ്ക്കുന്ന നമുക്ക് പരീക്ഷയ്ക്ക് പാടായിരിക്കും. അത് ഇപ്പോൾ വരയ്ക്കുന്ന ഒരു തന്ത്രപരമായിട്ട് നിങ്ങൾ തന്നെ വരയ്ക്കണം. അതുകൊണ്ട് ഇവിടെ പോയിൻ്റൊക്കെ മുട്ടിച്ചേക്കുന്നുണ്ടോ? ഇവിടെ നമുക്ക് കണ്ടേ അറിയാം, ഇവിടെ പോയിൻ്റൊക്കെ മുട്ടിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇനി അതും കൂടെ കണ്ടു. പിന്നെ നമ്മൾ അടുത്തത് ഹെൻസ് ഇൻകം റെഡ്യൂസ്ഡ്. ഇൻകം നമ്മൾ ടു ബി റെഡ്യൂസ്ഡ് ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് കൺസ്യൂമർ റീച്ചസ് അറ്റ് പോയിന്റ് T ഉണ്ടോ? T ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടിയിലേക്ക് വന്നു. ഓക്കെ, now at T more of the commodity X is consumed. This indicates the substitution effect. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. എന്താണ്? OM1 കൊണ്ട് കൂടുതൽ മേടിച്ചു. ഹെൻസ്
ഹിയർ ദി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ആസ് എ റിസൾട്ട് ഓഫ് ദ റെഡ്യൂസ്ഡ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി എക്സ് ഈസ് M1. Okay, it indicates the additional amount of the commodity purchase. Movement from Q to T also indicate the substitution effect. Okay, so അതാണ് ഈ ഡയഗ്രത്തിൻ്റെ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ. നിങ്ങളിത് ഡയഗ്രാം മനസ്സിലാക്കുക, പരീക്ഷയ്ക്ക് വരയ്ക്കാനൊക്കെ എളുപ്പമാണ്. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കേസ് ഈ കോമ്പൻസേഷൻ വേരിയേഷൻ എന്നുള്ള പോയിന്റ് എന്താണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ ഹിഗ്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റാണ് നമ്മളിപ്പോൾ പഠിച്ചതെന്നും കൂടെ ഓർത്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. നമ്മൾ പിന്നെയും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ കാണും. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഇൻകം എഫക്റ്റാണ്. ഈ ഇൻകം എഫക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ കണ്ടു ആ പോയിന്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി. ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം അല്ലാതെ ഇൻകം എഫക്റ്റ് ഉണ്ട്, പക്ഷേ നമ്മളിവിടെ പഠിക്കുന്ന ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് പ്രൈസ് എഫക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. പ്രൈസ് എഫക്റ്റ് ഈസ് ഇക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് പ്ലസ് ഇൻകം എഫക്റ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇൻകം എഫക്റ്റ് എപ്പോഴും ഡിഫൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻകം എഫക്റ്റിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഇവിടെ നമ്മളിത് ഇൻകം എഫക്റ്റ് പ്രൈസ് എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് ഡീകമ്പോസ് ചെയ്യാനും ഒക്കെ പഠിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ എടുത്തേക്കുന്നുള്ളൂ. മനസ്സിലായല്ലോ? സോ ഇൻകം എഫക്റ്റ് സെപ്പറേറ്റ് ഉണ്ട്. പ്രൈസ് കൂടാതെ കുറയാതെ തന്നെ ഇൻകം കൂടുന്നത്, അതിനേക്കാൾ ഉപരി എന്തുണ്ട്, ഇൻകം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇൻകം എഫക്റ്റ് വരും. നമ്മൾ ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ വാറിലായിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇൻകം എഫക്റ്റ് വരും. അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈസ് എഫക്റ്റിനെ കുറിച്ചാണല്ലോ, അതുകൊണ്ട് അതിലെ ഇൻകം എഫക്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഫോർ ദ ടൈമിംഗ് വി ഡിഫൈൻ വാട്ട് ഈസ് ഇൻകം എഫക്റ്റ്. ഇൻകം എഫക്റ്റ് ഇൻ ദ കേസ് ഓഫ് നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഇൻകം എഫക്റ്റ് വേറെ, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എല്ലായിടത്തും ഒരുപോലെ, പക്ഷേ ഇൻകം എഫക്റ്റ് ഇൻഫീരിയർ ഗുഡിൻ്റെ വേറെ. അതുകൊണ്ട് നമ്മളിവിടെ നോർമൽ ഗുഡിൻ്റെ കേസിൽ എന്താണെന്ന് പറയുക, ഇൻകം എഫക്റ്റ് ഷോസ് ദ ചേഞ്ച് ഇൻ ദ കൺസ്യൂമേഴ്സ് പർച്ചേസ് ഓഫ് ദി ഗുഡ്സ് ആസ് എ റിസൾട്ട് ഓഫ് ദി ചേഞ്ച് ഇൻ ഇസ് ഇൻകം. പ്രൈസ് ഓഫ് ദി ഗുഡ്സ് റിമെയിൻസ് ദി സെയിം. ഓക്കെ, എന്താണ് ഇൻകം എഫക്റ്റ് നമ്മളോട് പറയുന്നത്? ഇൻകം എഫക്റ്റ് നമ്മളോട് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി, ഹൗ ഇറ്റ് ചേഞ്ചസ് ആസ് എ റിസൾട്ട് ഓഫ് വാട്ട് ചേഞ്ചസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ഓക്കെ, സോ ദാറ്റ് റെഫേഴ്സ് ടു ഇൻകം എഫക്റ്റ്. നമ്മൾ പഠിക്കുന്നതാണ് ഇൻകം കൺസംഷൻ കർവ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതാണ് ഇൻകം കൺസംഷൻ കർവ്. എന്താ ഓരോന്നായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക. നമ്മളിങ്ങനെ ഒരു ചുമ്മാ വരയ്ക്കുക, ഇതിനെ ICC എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത് കേട്ടോ. ആദ്യം ഇങ്ങനെ വരച്ചിട്ട് അതിനെ കൂട്ടിമുട്ടിക്കുന്നതാണ് ICC. നമ്മൾ വരയ്ക്കാൻ നമുക്ക് എളുപ്പം മറ്റേതാണ്. ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ വരയ്ക്കുക. ഇതാണല്ലോ ഇക്വലിബ്രിയം. ഓക്കെ, എന്നിട്ട് ഇതിനെ കൂട്ടിമുട്ടിക്കുക, അതായിരിക്കും ICC. ഞാൻ ഈ വരച്ച പോലെയല്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ കറക്റ്റ് പ്രോസസ്, ബട്ട് ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് പ്രോസസ് of drawing what ICC. So what is income effect? Income effect shows the change in the consumer's purchase of the goods as a result of the change in his income. ഇവിടെ ഗുഡ് എക്സ് ഉണ്ട്, ഗുഡ് വൈ ഉണ്ട്, രണ്ടിൻ്റെയും ഡിമാൻഡ് കൂടും, ഇൻകം കൂടും തോറും. അതാണ് ഈ പോസിറ്റീവ് ഇൻകം എഫക്റ്റ്. അല്ലെങ്കിൽ ഇൻകം കൂടുമ്പോൾ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് യൂഷ്വലി. സോ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റീസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ത് ചെയ്യുകയാണ്, മാറുന്നില്ല. മറ്റേ പ്രൈസ് എഫക്റ്റിൻ്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ നമ്മൾ തിരിച്ചാൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി എന്താണ് പോസിറ്റീവ് ഇൻകം എഫക്റ്റ്? ഈ പോസിറ്റീവ് ഇൻകം എഫക്റ്റ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുന്നു, ഒന്ന് പറയുമ്പോൾ മറ്റൊന്ന് പറയുന്നു, അതാണ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഇൻകം എഫക്റ്റ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കാം. ജനറലി ഇൻകം എഫക്റ്റ് ഈസ് പോസിറ്റീവ് ഫോർ എ കമ്മോഡിറ്റി, ഇംപ്ലൈങ് ദാറ്റ് വെൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഓക്കെ, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ഓക്കെ, ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ് ഈസ് പർച്ചേസ് ഓഫ് ദി കമ്മോഡിറ്റി ഓൾസോ ഇൻക്രീസസ്. ഇത് നമുക്ക് ആരും ഇവിടെ പറയാതെ തന്നെ നിങ്ങൾക്ക് ലോജിക്കലായിട്ട് അല്ലെങ്കിൽ കോമൺ സെൻസിൻ്റെ ഭാഗം ചിന്തിച്ച് നോക്കൂ. ഒരു കമ്മോഡിറ്റിയുടെ വീട് മുതലിടാം. ഓക്കെ, ഒരു കമ്മോഡിറ്റിയുടെ വില കുറയുമ്പോൾ, അതല്ലല്ലോ, ഒരു ആളുടെ ഇൻകം കൂടുമ്പോൾ അയാൾ മേടിക്കുന്ന സാധനങ്ങളിലെ ക്വാണ്ടിറ്റിയും കൂടും. ശരിയല്ലേ? ഇൻകം കുറയുമ്പോൾ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ എണ്ണം വോളിയം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയും. ആ കാര്യം തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത്, വലിച്ചു നീട്ടി ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ പറഞ്ഞേക്കുന്നുള്ളൂ. ഓക്കെ, സോ പോസിറ്റീവ് ഇൻകം എഫക്റ്റ് ഓക്കേഴ്സ് ഇൻ ദ കേസ് ഓഫ് നോർമൽ ഗുഡ്സ്. അതാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ നോർമൽ ഗുഡ്സ് ആണെങ്കിലാണ്, നോർമൽ ഗുഡ്സിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. ഇനി അങ്ങനെ വർക്ക് വേണ്ടി നമ്മൾ പോസിറ്റീവ് ഇൻകം എഫക്റ്റ്, ഇൻകം കൂടുമ്പോൾ, കൂടുന്ന ചിഹ്നമായി കൊടുത്തേക്കുന്നു കേട്ടോ. എന്ത് സംഭവിക്കുന്നു, അടുത്തായിട്ട് സംഭവിക്കും, കൺസംഷൻ ഓഫ് ദി കമ്മോഡിറ്റി ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് നോക്കുക. പോസിറ്റീവ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻകം കൂടുന്നു, ഒന്ന് കൂടുന്നു, മറ്റൊന്നും കൂടുന്നു, കുറയുന്നു ആണെങ്കിൽ ഇൻകം പോസിറ്റീവ് ആട്ടോ. കുറയുന്നതാണെങ്കിൽ നെഗറ്റീവാണ്, കൂടുന്നു ആണെങ്കിൽ നെഗറ്റീവാണ്. രണ്ടും ഒരേ സൈൻ ആയിരിക്കണം. അപ്പോൾ പോസിറ്റീവ് ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുമ്പോൾ കൺസംഷൻ ഓഫ് ദി കമ്മോഡിറ്റിയും കൂടുന്നു, അങ്ങനെയാണ് ഈ പോസിറ്റീവ്. നോർമൽ ഗുഡ്സിലാണ് നമ്മൾ ഇസ് നോർമൽ സിറ്റുവേഷൻ. ഇൻ ദി കേസ് ഓഫ് നോർമൽ ഗുഡ്സ് ദി ഇൻകം എഫക്റ്റ് ഈസ് പോസിറ്റീവ്. നൗ നെഗറ്റീവ് ഇൻകം എഫക്റ്റ് എപ്പോഴാണെന്ന് സംഭവിക്കും? ഇൻഫീരിയർ ഗുഡ്. Negative income effect means the consumption of the concerned commodity decreases with increase in the income of the consumer. കൺസ്യൂമറുടെ ഇൻകം കൂടുമ്പോൾ നമ്മൾ മേടിക്കുന്ന ആ കമ്മോഡിറ്റിയുടെ എമൗണ്ട് കുറയും. മനസ്സിലായല്ലോ? ഇൻകം കൂടുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കുറയുന്നു. നെഗറ്റീവ് ഇൻകം എഫക്റ്റാണ്.
ഇപ്പം നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമ്മളൊരു സാധനം കുറച്ച് മാത്രമേ പഴയതിനേക്കാളും മേടിക്കുമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വേറെ നല്ല കമ്മോഡിറ്റിയിലേക്ക് പോയി നമ്മളിപ്പം പഴയ മേടിച്ചുകൊണ്ടിരുന്ന കമ്മോഡിറ്റി ഇൻഫീരിയർ ഗുഡാണ്. അപ്പം നെഗറ്റീവ് ഇൻകം എഫക്റ്റ് എവിടെയാണ് വരുന്നത്? ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലാണ്. ഓക്കെ, സോ നെഗറ്റീവ് ഇൻകം എഫക്റ്റ് മീൻസ് ദ കൺസംഷൻ ഓഫ് ദ കൺസേൺ കമ്മോഡിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ദ നെഗറ്റീവ് ഇൻകം എഫക്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഫീരിയർ ഗുഡ്സ്. മനസ്സിലായല്ലോ? നെഗറ്റീവ് ഇൻകം എഫക്റ്റ്, പോസിറ്റീവ് ഇൻകം എഫക്റ്റ്. പോസിറ്റീവ് ഇൻകം എഫക്റ്റ് നോർമൽ ഗുഡ്സ്, നെഗറ്റീവ് ഇൻകം എഫക്റ്റ് എന്താണ് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ മറക്കരുത്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, സോ നൗ വാട്ട് ഈസ് ദ ആക്ഷൻ ഹിയർ? നെഗറ്റീവ് ഇൻകം എഫക്റ്റിൻ്റെ കേസിൽ ഇൻകം കൂടുന്നു, കൺസംഷൻ ഓഫ് ദി കമ്മോഡിറ്റി കുറയുന്നു. മനസ്സിലായോ? ചീപ്പായിട്ടുള്ള കമ്മോഡിറ്റി നമ്മൾ ഇൻകം കൂടുമ്പോൾ മേടിക്കില്ല, നമ്മളപ്പോൾ കുറയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള കമ്മോഡിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ചീപ്പ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ചീപ്പാണെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. അങ്ങനെയുള്ള കമ്മോഡിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇൻഫീരിയർ ഗുഡ്. ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് ദ ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻകം ഓഫ് കൺസ്യൂമർ. ഫോർ എക്സാമ്പിൾ ടപ്പിയോക്ക എന്ന് പറഞ്ഞാൽ കപ്പയെന്ന് കേട്ടോ, കോഴ്സ് സിറിയൽ, പരുക്കൻ ധാന്യങ്ങൾ, ഓയിൽ സഡൻ. അയ്യോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, നെയ്മത്തി എന്ന് പറഞ്ഞപ്പോൾ കിട്ടാൻ പോലും ഇല്ല. നമുക്കൊരു എക്സാമ്പിൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഇത് പഴയ എക്സാമ്പിളാണ്. ഓയിൽ മത്തി എന്ന് പറഞ്ഞാൽ ചാളയെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ മീനായിട്ടാണല്ലോ പണ്ട് തൊട്ടാ കൂട്ടുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, അത് കിട്ടാനില്ല, അത് വേറൊരു വശമാണ്, നമുക്കിവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചോ, വില കുറഞ്ഞ മീൻ ഏതെങ്കിലും മനസ്സിൽ കരുതിക്കും, നമ്മളത് മേടിക്കുകയില്ല. നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമ്മൾ കപ്പയും മേടിക്കുക, അതിന് പകരം ഭയങ്കര സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നു വിചാരിക്കുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇതൊക്കെ ഭയങ്കര എന്തായി തീർന്നു, കോമൺ ആയി തീർന്നു. കോഴ്സ് എറിയിൽ ഞാൻ പരുക്കൻ ധാന്യങ്ങൾ നമ്മൾ മേടിക്കുക എന്ന് പറയുന്നത്, ഗോതമ്പ് പോലുള്ള സാധനങ്ങൾ മേടിക്കുക നമ്മുടെ ഇൻകം കൂടുന്നതനുസരിച്ച്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് വാട്ട് വി ക്യാൻ സേ ദ ഇൻകം എഫക്റ്റ്. ഇൻകം എഫക്റ്റിനെ കുറിച്ച് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ, പിന്നെ ഡിലീറ്റ് റീഡ് മോഡ് പോയി. ഓക്കെ, ഡിലീറ്റ്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് എന്താണെന്നറിയാം, ആ ടോപ്പിക്ക് അവിടെ കഴിഞ്ഞു. നെഗറ്റീവ് ഇൻകം എഫക്റ്റ് കഴിഞ്ഞു, പോസിറ്റീവ് ഇൻകം എഫക്റ്റ് കഴിഞ്ഞു, അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിന്, ഇത് സെയിം റിലേറ്റഡ് ഇൻകം എഫക്റ്റിൻ്റെ ടോപ്പിക്ക് തന്നെയാണ്, പക്ഷേ നമ്മളൊരു ടൂളിനെ കുറിച്ച് പഠിക്കുക. അതിൻ്റെ പേരാണ് ഇൻകം കൺസംഷൻ കർവ്. മെഷർ വാട്ട്? ഇൻകം എഫക്റ്റ്. പ്രൈസ് കൺസംഷൻ കർവ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെന്താണ്? അത് പ്രൈസ് എഫക്റ്റിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഇൻകം കൺസംഷൻ കർവ് എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചാണ്? ഇൻകം കൺസംഷൻ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഞാൻ അത് ഡിലീറ്റ് ചെയ്യേണ്ട. ഓക്കെ, സോ ഇൻകം കൺസംഷൻ കർവ് എന്ന് പറഞ്ഞാൽ ഇൻകത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്, ഇൻകത്തെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇൻകത്തെക്കുറിച്ചല്ല, ഇൻകം കൺസംഷൻ കർവ് ഇൻകം കൂടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞു കഴിയുമ്പോൾ എത്രമാത്രം രണ്ട് കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നത് കൂടുന്നു കുറയുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ വെൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസ് ഇറ്റ് വിൽ ബി ഷോൺ ഇൻ ദ ഫോം ഓഫ് അപ്വേർഡ് പാരലൽ ഷിഫ്റ്റ് ഇൻ ദി ബഡ്ജറ്റ് ലൈൻ. മനസ്സിലായല്ലോ? നമ്മൾ പഠിച്ചതാണ്. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. ഇൻകം കൂടുക നമ്മൾ എങ്ങനെ രേഖപ്പെടുത്തും? കാണിക്കും, ഡയഗ്രത്തിൽ ഇങ്ങനെ കാണിക്കും. വളഞ്ഞു പോയി കേട്ടോ. അടുത്തത് പിന്നെ ഇൻകം കൂടി, പിന്നെ ഇൻകം കൂടി. പാരലൽ ഷിഫ്റ്റാണ്, പാരലാന്ന് വിചാരിച്ചാണ്, ഇൻഡിഫറൻസ് കർവ് പോലെയൊന്നുമല്ല. വരച്ച കുളമായി നോക്കട്ടെ. പാരലൽ ഷിഫ്റ്റാണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഇനി അപ്പോൾ ഓക്കെ, കിട്ടിയല്ലോ. ഇതാണ് ബഡ്ജറ്റിൽ, ഓരോ ബഡ്ജറ്റിൽ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇൻകം കൂടുമ്പോൾ കുറയുമ്പോൾ എന്ത് ചെയ്യും? താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് വാട്ട് ഇൻകം കൺസംഷൻ കർവ് നമ്മൾ പഠിക്കും. വിത്ത് ഇൻക്രീസ്ഡ് ഇൻകം ദി ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് അപ്വേർഡ്സ്. Okay, and a new tangency between indifference curve and budget line take place. Okay, so this is the diagram. ഇതാണ് നമ്മുടെ ഒറിജിനൽ മുട്ടട്ടെ അങ്ങോട്ട്. നമ്മൾ ഇൻകം കൂടി, ഇതാ പുതിയ ബഡ്ജറ്റ്, ഇവിടെ ടാൻജൻസി, ഇവിടെ പഴയ ടാൻജൻസി ഇ, ഇവിടെ പഴയ ടാൻജൻസി എഫ്. മനസ്സിലായല്ലോ? ഇൻകം കൂടിയതിൻ്റെ ഫലമായിട്ടോ കൂടുതൽ സാധനങ്ങൾ നമ്മൾ മേടിച്ചു രണ്ടും. ഇവിടെ കുറച്ച് സാധനങ്ങൾ രണ്ടും മേടിക്കുന്നു, ഇവിടെ കൂടുതൽ സാധനങ്ങൾ മേടിച്ചു. ഓക്കെ, so that is about income consumption curve and the way in which income consumption goes when the income of the consumer increases. Okay, so income consumption curve and നമ്മൾ ഡിഫൈൻ ചെയ്യും. The income consumption curve shows the locus of tangency between successive indifference curve and budget line. When the income of the consumer changes, price of the commodity remains the same. Okay, മനസ്സിലായല്ലോ? ഇനി ഡയഗ്രാം പാട്ടാ നമുക്കറിയാലോ. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത്ര ഭംഗിയല്ലാതെ വരച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ഇതാണ് ഒന്നാമത്തെ IC1. അപ്പോൾ ഇതാണ് അതിൻ്റെ ബഡ്ജറ്റ് ലൈൻ P N1 L1 ആട്ടോ. ഇനി രണ്ടാമത്തെ N2, ഇവിടെ N2 ഉണ്ട്. L2ലേക്ക് ഇൻകം കൂടി, ഇൻകം കൂടിയതാണ്. ഇൻകം കൂടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇൻകം കൂടുക, പാരലൽ ഷിഫ്റ്റ് വരുന്ന ഇൻകം കൂടുമ്പോഴാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പിന്നെ അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയൊരു ഇക്വിലിബ്രിയം വന്നു. ഇത് E1 ആണെന്ന് വിചാരിച്ച് E2ലേക്ക് മാറുക. പുതിയ ഇക്വിലിബ്രിയം, കൂടുതലായിട്ട് സാധനം കൺസ്യൂം ചെയ്യും. ഇത്രയും കൺസ്യൂം ചെയ്യുന്നുള്ളൂ, രണ്ടും ഇത്രയും കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഇത്രയും കൺസ്യൂം ചെയ്യുന്നുണ്ട്, അല്ല ഇത്രയും കൂടുതൽ കൺസ്യൂം ചെയ്ത് ഇവിടെ. ഇത് നമ്മൾ ഇച്ചോടെ കഴിയുമ്പോൾ പിന്നെ ഇൻകം ഷിഫ്റ്റ് ചെയ്യുക. IC3 എന്ന് പറഞ്ഞ പുതിയൊരു ഇൻഡിഫറൻസ് കർവ്. ടാൻജൻസി ഭയങ്കര പ്രധാനപ്പെട്ട കേട്ടോ. ഇങ്ങനെ പുതിയ ഇക്വിലിബ്രിയം വന്നു. ഇതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല, ഞാൻ എപ്പോഴും നമ്മൾ ഓൾറെഡി പഠിച്ച ഇതെല്ലാം പഠിച്ചു കേട്ടോ. റിവിഷനാന്ന് ഓർത്തോ. ഓക്കെ,
സോ അടുത്തത് E1 E2 E3 അപ്പോൾ പിന്നെ എന്നാ പേരിടണം E4. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ടാൻജൻസി ബിറ്റ്വീൻ IC4 ആൻഡ് ബഡ്ജറ്റ് ലൈൻ NL4 ആൻഡ് L4. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തു, ഞാൻ ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള പേര് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ E4 ഇത് തമ്മിലെല്ലാം കൂടെ കൂട്ടിമുട്ടിക്കാൻ നമുക്ക് ഇടുന്ന ലൈനാണ് ഇൻകം കൺസംഷൻ കർവ്. മനസ്സിലായാലോ? ഇങ്ങോട്ട് പോകുന്നതോറും ഇൻകം കൂടുന്നു. അപ്പോൾ ആസ് ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസ് there will be higher tangency between indifference curve and budget line. Indifference curve and budget line. Indifference curve and budget line. Okay, so that shows that tangent, the locus of the tangency, locus of the tangency between the indifference curve and budget line is shown under what? ICC. മനസ്സിലായല്ലോ? So that is about ICC. ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, thus the ICC can be used to measure income effect. The positive and negative income effect can be depicted through ICCs. In the case of normal goods, ICC will be upward sloping. നോർമൽ ഗുഡ്സിൻ്റെ ICC കേട്ടോ, പരീക്ഷയ്ക്ക് വരയ്ക്കാതിരുന്നേക്കരുത്. ചെറുതായിട്ട് ചോദിച്ചാലും സൈഡിലോട്ടൊന്ന് വരച്ചേക്കണം. 2 മാർക്കിന് ചോദിച്ചാലും ഡയഗ്രം ചുമ്മാ പോസ്റ്റ് സ്റ്റാമ്പിൻ്റെ ബേസിൽ രീതിയിൽ ഇങ്ങനെ 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 പെട്ടെന്ന് വരച്ചേക്കണം. മനസ്സിലായല്ലോ? 10 സെക്കൻഡ് എടുക്കുള്ളൂ. In the case of normal goods, the ICC will be upward sloping. On the other hand, in the case of inferior goods, the ICC will be backward bending towards the axis represented by inferior good. മനസ്സിലായല്ലോ? ഇതാണ് ബാക്ക്വേർഡ് ബെൻഡിങ് ICC. നമ്മൾ ഇൻഫീരിയർ ഗുഡ് കമ്മോഡിറ്റി എക്സ് ആട്ടോ, ഇൻകം കൂടുക. മനസ്സിലായില്ല? ഇൻകം കൂടുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇത്രയും കണ്ട് നമ്മൾ എന്ത് മേടിച്ചു? എക്സ് മേടിച്ചു. ഇത്രയും നമ്മുടെ ഇൻകം ഈ കുറഞ്ഞായിരുന്നപ്പോൾ പിന്നെ ഇച്ചിരി കൂടി മേടിച്ചു, പിന്നെ ഇച്ചിരി ഇതുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും ശരിക്കും കുറയുക, ഇവിടെ ഒന്ന് കുറയുക. ഈ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കണ്ട് കുറഞ്ഞാൽ ഇങ്ങോട്ട് കുറഞ്ഞോണ്ടിരിക്കുക എന്ന് നമുക്ക് വിചാരിക്കാം. ഇതിനെ പറയുന്ന വരെ ബാക്ക്വേർഡ് ബെൻഡിങ് ICC. So backward bending ICC happens in the case of what? Inferior goods. മറക്കരുത്, backward bending ICC happens in the case of inferior goods. ഉണ്ടോ? എക്സ് കുറച്ചേ മേടിച്ചുകൊണ്ടിരിക്കുന്നു, ഇൻകം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ എക്സ് ഓരോ പോയിന്റിലും ഇതൊക്കെ വെച്ച് കൂടുന്നുണ്ട്. അത് വേറൊരു കാര്യം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കായിരുന്നു. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ സംഭവം ഒക്കെ ആയിരുന്നു. പക്ഷേ ഞാനങ്ങനെ വരച്ചില്ല. ഇങ്ങനെ അല്പം കൂടെ കലാപരമായി വരച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളത് തന്നെ ഇട്ടാൽ മതി. എന്നാലും ബാക്ക്വേർഡ് ബെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞിട്ടാണെങ്കിലും ബെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കൂടെ ഓർമ്മ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റിയത്. ഓക്കെ, now so delete that. So this is the backward bending PC. So ICC നമ്മൾ പഠിച്ചതാണ്. നിങ്ങളുടെ നമുക്ക് ക്ലാസ് നമ്മൾ എടുത്തതാണ്. നിങ്ങൾ ഇതിനോട്ടും കൂടെ ജസ്റ്റ് നോക്കുക, പെട്ടെന്ന് കൂടി കിട്ടും. ഇനി നമ്മൾ പരീക്ഷയ്ക്ക് കൺഫ്യൂസ് ആകാനുള്ള ഒരു ടോപ്പിക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരുന്നുള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ ICC ആൻഡ് PCC. എന്താണ് ഇൻകം കൺസംഷൻ കർവും പ്രൈസ് കൺസംഷൻ കർവും എന്നുള്ള വ്യത്യാസം? PCC measures പ്രൈസ് എഫക്റ്റ്. എന്താണ് പ്രൈസ് എഫക്റ്റ്? PCC ഉണ്ട്. ഏറ്റവും അവസാനത്തെ വേണ്ട ചേച്ചി അല്ല, അതങ്ങ് ഡിലീറ്റ് ചെയ്യാമല്ലോ, പോട്ടെ. PCC measures what? പ്രൈസ് എഫക്റ്റ്. ഓക്കെ, കണ്ടോ? ICC measures what? ഇൻകം എഫക്റ്റ്. ഉണ്ടോ? PCC ICC. PCC കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചോ കേട്ടോ, ഇനി പറയുന്നില്ല. PCC explains consumer behavior when the price of one commodity changes. IC indicate the consumption behavior when the income of the consumer changes. Income of the consumer, price of one commodity. Then what happens to quantity demanded for commodity? That says PCC and ICC. The price of commodity remains the same under ICC. Okay, so this is the PCC. We studied it elaborately in the previous class. We are not going to repeat it right now also. So income consumption, അത് നമ്മൾ പഠിച്ചതാണ്. upward sloping income consumption curve. Okay, so that is all about the substitution effect and income effect, including the income consumption curve. Okay, so ആ ടോപ്പിക് നമ്മൾ പഠിച്ചു. നിങ്ങൾ എക്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഓർക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും പ്രൈസ് എഫക്റ്റും നമ്മൾ വ്യത്യാസം ഓർക്കണം. ഇൻകം എഫക്റ്റ് ഓർക്കണം. നമ്മൾ പ്രൈസ് എഫക്റ്റിൻ്റെ കൂടെയാണ് ഇൻകം എഫക്റ്റ് പഠിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇൻകം എഫക്റ്റ് നമ്മളോട് ചോദിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ കാണുന്നത് ഏഞ്ചൽ കാർവ് എന്നാണ്. ഏങ്ങൽ കാർവ് എന്നല്ല, ഏഞ്ചൽ കാർവ്. എന്താണ് ഏഞ്ചൽ കാർവ്? ഒരു കാർവ് ആവട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദി ഏഞ്ചൽ കാർവ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ദി കൺസ്യൂമേഴ്സ് ഇൻകം. എന്താണ്? 1 ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി, 2 എന്താണ്? കൺസ്യൂമറുടെ ഇൻകം. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റിയും കൺസ്യൂമറുടെ ഇൻകം തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു കർവാണ് ഏത്? ഏഞ്ചൽ കർവ്. കർവ് കാണാൻ നമുക്ക് കാര്യം പിടി കിട്ടില്ല, പക്ഷേ ഈ ഡെമോൺസ്ട്രേഷൻ കൂടെ നമുക്ക് പോയേ പറ്റും. ഏഞ്ചൽ കർവ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി and what? And the consumer's income. It shows how the quantity purchase of a commodity changes with the changes in the income of the consumer. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയും, ഒരിടത്ത് ഇൻകം ആയിരിക്കും. ഓക്കെ,
ഒരിടത്ത് ഇൻകം ആയിരിക്കും, ഒരിടത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ആയിരിക്കും. അല്ല രണ്ടിടത്തും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി അല്ല. ഇവിടെയാണ് നമ്മൾ എക്സാമിൻ്റെ കേസ് നമ്മൾ ഇച്ചിരി വിജിലൻ്റായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടി വരും. ഇപ്പം ഒന്ന് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് കൺസ്യൂമേഴ്സ് ഇൻകം. ഇതാണ് ഏഞ്ചൽ കാർവ്. ഒരാക്സിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി ആണെങ്കിൽ രണ്ടാക്സിൽ എന്താ കൺസ്യൂമർ ഇൻകം ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ രണ്ടാക്സിലും ഒരിടത്ത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി എക്സ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി വൈ എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൺസ്യൂമേഴ്സ് ഇൻകം അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇറ്റ് ഷോസ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് പർച്ചേസ് ഓഫ് കമ്മോഡിറ്റി ചേഞ്ചസ് വിത്ത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമർ ഇൻകം മാറുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ആ കമ്മോഡിറ്റിയുടെ എത്രമാത്രം മാറുന്നു എന്നുള്ളതാണ് ഏഞ്ചൽ കാർവ് നമ്മളോട് കാണിക്കുന്നത്. ഏഞ്ചൽ കാർവ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ICC. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മളത് ഡിറൈവ് ചെയ്ത് അങ്ങനെ പറയാൻ പോകുന്നില്ല. ദി ഏഞ്ചൽ കാർവ് ഇസ് ഗ്രാഫിക്കലി ഡിഫറെൻറ്റ് ഫ്രം ദി ICC. ഇൻ ദി കേസ് ഓഫ് ഏഞ്ചൽ കാർവ്, ക്വാണ്ടിറ്റി പർച്ചേസ് കമ്മോഡിറ്റീസ് ഇൻഡിക്കേറ്റഡ് അറ്റ് എക്സ് ആക്സിസ് വാസ് ഇൻകം ഓൺ ദി വൈ ആക്സിസ്. നോക്കൂ കേട്ടോ, ആ ഒരു ഡയഗ്രാം വന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡയഗ്രാം ഇത് തിരിഞ്ഞു പോയി കേട്ടോ, ഞാൻ പരമാവധി നോക്കിയതാണ്. ശരിയാക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി പർച്ചേസ് ഓഫ് വാട്ട് കമ്മോഡിറ്റി എക്സ് മേ ബി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇൻകം. ഇവിടെ നോക്കുക, ഏഞ്ചൽ കാർവ് ഇതുണ്ടോ, ഇൻകം കൂടുകയാണ് ഇങ്ങോട്ടെ. അപ്പോൾ ആ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന എന്ത് സംഭവിക്കുന്നു? കൂടുന്നുണ്ടോ? ഉണ്ടല്ലോ, ഇതുണ്ടോ, കൂടുക. ഓരോ പോയിൻറ്റും അങ്ങനെ A, B, C കണ്ടോ. ഇൻകം കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി മുകളിൽ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ അത് തമ്മിലുള്ള ബന്ധമാണ് ഇത് ഏഞ്ചൽ കാർവ് കാണിക്കുന്നത്. ഓക്കെ, സോ നത്തിങ് മോർ ദാൻ ദാറ്റ്. ജനറൽ ഏഞ്ചൽ കാർവ് ഇസ് അപ്വേർഡ് സ്ലോപ്പിംഗ്. ജനറലി എന്നാണ് പറയുന്നത്. പൊതുവെ ഏഞ്ചൽ കാർവ് മുകളിൽ കാണിച്ചിരുന്ന മുകളിലേക്ക് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഇൻ ദി ഫോളോയിങ് സെഷൻ ഏഞ്ചൽ കാർവ് ഓഫ് നെസസിറ്റീസ്, ലക്ഷറീസ്, ഇൻഫ്രാ ഗുഡ്സ് ഓൾ ആർ മെൻഷൻഡ്. ഫോളോയിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതാ വന്നിരിക്കുന്നു നെസസിറ്റീസിൻ്റെ ഇങ്ങനെയാണ്. അപ്പം ഇൻകം കൂടുക. ഓക്കെ, ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു അതുപോലെ തന്നെ കൂടുന്നുണ്ട്. അതുകൊണ്ടോ ഇത്രയും കണ്ട് ഇൻകം കൂടി, ഇത്രയും കണ്ട് ക്വാണ്ടിറ്റി പർച്ചേസ്, ഇത്രയും കണ്ട് കൂടുതൽ ഇൻകം കൂടി, അത്രയും കണ്ട് തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടുതലില്ല അല്ലേ, കുറഞ്ഞു പോയി. ഇതുണ്ടോ ഈ ആപ്പിനേക്കാളും കുറവായി ഈ ആപ്പ്. അപ്പോൾ ശരിക്കും നെസസിറ്റിയുടെ ഏഞ്ചൽ കാർവ് എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെ പോകും. അതാ പരീക്ഷയ്ക്ക് കുറച്ച് ഇങ്ങനെ പോകും. ഓക്കെ, ഇവിടെ കിട്ടിയില്ല, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു ദി കേസ് ഓഫ് ലക്ഷറീസ്. അവിടെ ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയും? ലക്ഷറീസ് നമ്മൾ ഇൻകം കൂടുകയാണെങ്കിൽ അവസാനം കൂടി ഇൻകം മുഴുവൻ നമ്മൾ ലക്ഷറി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഏഞ്ചൽ കാർവ് ഇങ്ങോട്ട് പോകും. മറ്റേൻ്റെ എങ്ങനെയായിരുന്നു? ഇങ്ങനെ പോകുമായിരുന്നു, അല്ല ഇങ്ങനെ പോകുമായിരുന്നു അല്ലേ. ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, പോടാ. ഇത് ഏതിൻ്റെയാണ്? നെസസിറ്റിയുടെ. ഇത് ഇതിൻ്റെയാണ്? ലക്ഷറിയുടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏഞ്ചൽ കാർവ് ഫോർ ലക്ഷറീസിനെ കുറിച്ച് കണ്ടു, ഏഞ്ചൽ കാർവ് ഫോർ നെസസിറ്റിയെക്കുറിച്ച് നമ്മൾ കണ്ടു. നമ്മൾ അടുത്ത പഠിക്കാനുണ്ടല്ലോ ഏഞ്ചൽ കാർവ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ്. ഇത് ബാക്ക്വേർഡ് വെൻഡിങ് ആയിരിക്കും. ഇതുണ്ടോ ഈ ഡയഗ്രാം നിങ്ങൾ കണ്ടോ, ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ ഈ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇൻകം കുറയുന്നതനുസരിച്ച് കൂടുക. ഇവിടെയാണ് നമ്മൾ ഇൻകം കൂടുകയാണ്, ഇൻകം കൂടുതലാണ്. ഇത്രയും നമ്മൾ ഇപ്പോൾ കൂടുതൽ മേടിക്കുന്നുള്ളൂ. ഇൻകം കുറഞ്ഞു, ഇതാ നമ്മൾ കൂടുതൽ മേടിക്കുക. ഇൻകം പിന്നെയും കുറഞ്ഞു, ഇതാ നമ്മൾ കൂടുതൽ മേടിക്കുക. അപ്പോൾ ഇതാണ് ഇൻഫ്ര കൂടെ. ഇൻകം കുറയുന്നതനുസരിച്ച് നമ്മളൊരു സാധനം കൂടുതൽ മേടിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ ഏഞ്ചൽ കാർവ് ഇതിങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമ്മൾ എന്താ പറയുക, കോൺവേവ് ഷേപ്ഡാണ് ഏഞ്ചൽ കാർവ്. സോ ഏഞ്ചൽ കാർവ് ഫോർ ഇൻഫ്ര ഗുഡ്സ് ഷോസ് ദാറ്റ് ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആസ് ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഗോസ് അപ്പ്. കൺസ്യൂമറുടെ ഇൻകം കൂടുമ്പോൾ ദി ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി, ദാറ്റ് മീൻസ് ദി ഇൻഫ്ര ഗുഡ്സ് കംസ് ഡൗൺ. ഓക്കെ, ഇൻകം കൂടുമ്പോഴാട്ടോ, ഇൻകം കൂടുമ്പോഴാണ് ഇങ്ങോട്ടാണ് ഇൻകം കൂടുന്നത്, ഇവിടെയാണ് ഇൻകം കൂടുന്നത്. അപ്പം ഇൻകം കുറയുമ്പോഴാണുള്ള കേസ് നമുക്ക് ഇച്ചിരി ഇപ്പോൾ ഇൻകം കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നത് ഇൻഫീരിയർ ഗുഡിൻ്റെ കൂടുന്നു. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഏഞ്ചൽ കാർവ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്. അപ്പോൾ നമ്മൾ ഏഞ്ചൽ കാർവ് ഇൻഫീരിയർ ഗുഡിൻ്റെ കണ്ടു, ലക്ഷറിയുടെ കണ്ടു, അതുപോലെ തന്നെ ഒരു നെസസിറ്റിയുടെ കണ്ടു. ഓക്കെ, സിമിലർലി ദിസ് ഇസ് എ നോർമൽ വൺ. Okay, and so we have seen other topics, covered other topics as well, including income consumption curve. Okay, income effect, price consumption curve നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഇൻകം എഫക്റ്റ്, ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, പ്രത്യേകിച്ച് ഹിഗ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, all those topics we saw. And understand that from the examination angle, this topic is very important. How to understand as well as clearly draw the diagrams also in the examination. Okay, thank you.